നഷ്ടപ്പെട്ടപ്പോഴും തന്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യോബ് സുഹൃത്തുക്കളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതർ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വ്യസനിപ്പിക്കുന്ന സ്നേഹിതർ. യോബിന്റെ പുസ്തകം 42-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, യോബ് സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിച്ചു, തന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി. ഹല്ലേലൂയ. തനിക്ക് നഷ്ടമായതിനെ ഇരട്ടിയായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥനയുണ്ടോ? ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥനയുണ്ടോ? ജീവിതം വിജയകരമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന കവചം ധരിച്ചിട്ടുണ്ടോ? നീ തകർന്നു പോകുകയില്ല കുഞ്ഞേ, നീ തകർന്നു പോകുകയില്ല. ശത്രുവായവൻ നിന്നെ നോക്കി വെല്ലുവിളിക്കും. നിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വിടുകയില്ല എന്ന് നിന്നെ കണ്ടുകൊണ്ട് വാദിച്ച് നിന്നെ വെല്ലുവിളിക്കുന്ന ഒരനുഭവം പിശാച് കൊണ്ടുവരും. പക്ഷേ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? നിനക്ക് അവിടെ വിജയം കണ്ടെത്തുവാൻ കഴിയും, ദർശനം പ്രാപിക്കുവാൻ കഴിയും, വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. യോബ് സകലതും നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് പോലും തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, 42-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോബ് പറയുന്നു, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു.